അഭിവന്ദ്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ മഹത്വമുള്ള ഈ മജ്‌ലിസിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടാൻ തൗഫീക്ക് നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരു പ്രസംഗം ഉദ്ദേശിച്ച് നിന്നതല്ല, അങ്ങനെ ഒരു പ്രസംഗമോ വേദോ ഒന്നും ഉദ്ദേശിച്ച് വന്നതുമല്ല. എൻ്റെ വന്യ സുഹൃത്ത് അബൂബക്കർ യമാനി, അദ്ദേഹത്തിൻ്റെ വളരെ നിർബന്ധമുള്ള ഒരു ക്ഷണം. കുറേ കാലമായി എന്നെ ക്ഷണിക്കും. എനിക്കതിൽ വലിയ ആഗ്രഹവുമാണ്. കാരണം ഇവിടെ കുറേ മുതഅല്ലിമുകൾ, കുറേ ഹാഫിദുകളൊക്കെ ഉള്ള സ്ഥലം, ഇവിടെ വന്ന് അവരെ കൊണ്ടൊക്കെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കാൻ ആഗ്രഹമുള്ളതുമാണ്. പക്ഷെ അതിന് ഒരു നിലക്കും സാധിക്കാത്തൊരു ചുറ്റുപാട്. എനിക്ക് വെള്ളി ശനി ഈ 2 ദിവസം പുറക്കുന്ന എവിടെയും പോകാൻ കഴിയില്ല. പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ 3 തീയതികളിൽ തൃക്കരിപ്പൂരുന്ന എവിടെയും പോകാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു പൊതു പരിപാടിക്ക് പോകാൻ സാധിക്കല് വ്യാഴം ഞായർ ഈ 2 തീയതികളിലാണ്. ആ 2 തീയതികളിലാകട്ടെ ഞാൻ പരിപാടി കഴിഞ്ഞ് പുറക്കെത്തിയാൽ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞേ ഉറങ്ങാൻ സാധിക്കുള്ളൂ. അത് എന്താണ് ഈ സദസ്സിലൊന്നും അങ്ങനെ പരസ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അത് കാരണം പരിപാടിക്ക് പോകൽ വളരെ വിഷമം. പക്ഷേ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വല്ല സ്ഥാപനങ്ങളുടെ പരിപാടിയായിരിക്കും. അതുപോലെ കുറേ മോമിനുകൾ അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലുകയും അള്ളാഹിനോട് ദ്വാരക്കുകയും ചെയ്യുന്ന പരിപാടിയായിരിക്കും. അത് തീരെ മുടക്കൽ ശരിയല്ലല്ലോ, അള്ളാഹ് ഇഷ്ടപ്പെടില്ലല്ലോ. അത് വിചാരിച്ച് ഈ 2 തീയതികളിൽ ഞാൻ പരിപാടി ഏൽക്കും. അതിപ്പോൾ ഈ കുട്ടികളെല്ലാം എഴുതി വെച്ച് നോക്കുമ്പോൾ ആഗസ്റ്റ് അവസാനം വരെയുണ്ട് ഈ 2 ദിവസം. അപ്പം അന്ന് അത് നോക്കുമ്പോൾ എങ്ങനെ ഇങ്ങോട്ട് വരാൻ കഴിയും? പിന്നെ യമാനി പറഞ്ഞു, ഈയിടെ ഇങ്ങോട്ടൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒന്ന് കയറിയിട്ട് പോവാം. അങ്ങനെ ഒരു എത്തി നോക്കിയിട്ട് പോകേണ്ട സ്ഥലമല്ലല്ലോ, ഒരു വലിയ എൽമിൻ്റെ സ്ഥാപനമല്ലേ. അവിടെ അന്ന് മുതാലിമീങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് ദ്വാരിപ്പിക്കേണ്ടതല്ലേ. അങ്ങനെ അവസാനം ഇന്ന് കൂടുതൽ വിശദമായൊന്നും പറയുന്നില്ല. ഇന്ന് രാവിലെ മുതലേ ഞങ്ങൾക്ക് പല പരിപാടിയാണ്. ഇനി 10 മണിക്ക് തിരിച്ച് പുറക്കെത്തണം. അത് നേരത്തെ പറയുകയും ചെയ്തു. ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ? പക്ഷെ ഈ നിർബന്ധമായിട്ട് ഇങ്ങനെ പോകേണ്ടടുത്ത് തന്നെ പറയും, ഞാൻ സ്റ്റേജിൽ കയറും, ഉടനെ ഫാത്തിഹ വിളിക്കും, ദ്വാരക്കും, ഉടനെ പോകും, എവിടെയും ഭക്ഷണം കഴിക്കാൻ പോവില്ല, ആരോടും കൊണ്ടുപോയില്ല. എല്ലാം പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്തോടി ഇത്ര വലിയ ഡിമാൻഡ്. അതൊന്നുമില്ല, തീരെ ഒരു സമയത്തിൻ്റെ കുറവ് മാത്രം. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നല്ലൊരു പ്രസംഗത്തിൻ്റെ സദസ്സാണ്. പ്രസംഗിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. റബീഉൽ അവ്വലാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു പ്രസംഗം യമാനി പറയും ചെറിയ പ്രസംഗം മതി. ഇല്ലേ, ചെറിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് അങ്ങനെ പ്രസംഗിക്കാൻ കഴിയും. ഒരു പ്രാസംഗികന്മാരായ ഉസ്താദുമാരിലേക്ക് നോക്കുമ്പോൾ ചിരിക്കും. കാരണം പ്രസംഗിക്കാൻ നിന്നിട്ട് തൊണ്ട ചൂടാണെങ്കിൽ 1/2 മണിക്കൂർ വേണം അല്ലേ, എന്നിട്ടല്ലേ ഒരു പ്രസംഗത്തിൽ എത്തൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കാൻ തുനിയുന്നില്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് സമയം കണ്ടെത്തി അല്ലേ കൂടിയിരുന്ന് പ്രസംഗിക്കാം. ഇന്ന് ഞാൻ ചെറിയൊരു ദുആ അങ്ങനെ വേഗം പോകും. അതുപോലെ സ്റ്റേജിൽ കയറിയപാട് യമാനി ഉസ്താദ് പറഞ്ഞ് കുറേ വെള്ളമുണ്ട്, തേനുണ്ട്, അതെല്ലാം മന്ത്രിക്കണമെന്ന്. അത് വേറെ എവിടെയും കൂട്ടാക്കലില്ല. കൂട്ടാക്കലില്ലെന്ന് പറഞ്ഞാൽ അതിന് നേരം കിട്ടില്ല. പക്ഷെ യമാനിയോട് മുടക്കം പറയാൻ കഴിയില്ല. കുട്ടിയസൻ ദാരിമി ഉസ്താദ് എൻ്റെ മകനാണ്. കുട്ടിയസൻ ദാരിമി ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മയാൽ മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ.
അപ്പോൾ മഹാനവറുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ അല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, പറയും പോലെ കേൾക്കലാണ്. അപ്പോൾ പിതാവിൻ്റെ കൂടി നിർദ്ദേശം ഉണ്ടായിട്ടായിരിക്കും മകൻ പറയുന്നത്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ മുടക്കം പറഞ്ഞില്ല. എന്നോട് മന്ത്രിക്കാൻ പറഞ്ഞപ്പോൾ മന്ത്രിച്ചിട്ടുണ്ട്, പിന്നെയും വെള്ളം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഇതേതായാലും എല്ലാവർക്കും കൂടി ഒന്ന് മന്ത്രിക്കാം. ഇരിക്കും ഓക്കെ, എല്ലാവർക്കും കൂടി മന്ത്രിക്കാം. മന്ത്രിക്കാന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ പറഞ്ഞേ, എന്നാ മന്ത്രിക്ക. ഞാൻ മുമ്പൊരു സദസ്സിൽ കുറേ തേനെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി മന്ത്രിക്കാം. എന്താ മക്കളെ മന്ത്രിക്കൽ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം കൂടി എന്നോട് പറഞ്ഞ് ഊതല്. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ അടുപ്പിൽ ഊതലുണ്ടല്ലോ, മന്ത്രിക്കലാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആൾക്കാരെല്ലാം കൂടി ചിരിച്ച്. അവസാനം മന്ത്രിക്കാന്ന് പറഞ്ഞാൽ എന്താന്നതിന്റെ മേലെ ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പൊ സാധാരണ കാണുന്നത് ഇതിന്റെ മന്ത്രത്തിന്റെ താരീഫും ഹദ്ദൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾ കാണുന്നത് എന്താ, ഒരു കുപ്പി വെള്ളമോ തേനാ മറ്റെടുത്തിട്ട് ഉസ്താദ് ഇതൊന്ന് മന്ത്രിച്ചെന്ന് പറഞ്ഞാൽ എന്താ അവർ ചെയ്യല്, ഒരു ഫാത്തിഹ ഓതും, അല്ലെങ്കിൽ അള്ളാന്റെ വല്ല പേരും ഉച്ചരിക്കും, എന്നിട്ട് ഇഷ്ഫി എന്ന് പറയും. ഇഷ്ഫി എന്ന് പറയലാണ്, ഊതലല്ല. ഇഷ്ഫി എന്ന് പറഞ്ഞാൽ പടച്ചവനെ നീ ശിഫ നൽകണേ എന്നാണ്. ഷഫായിഷ്ഫിന്റെ അമ്ര എന്ന് പറയും അല്ലെ മക്കളെ, അല്ലേ? ഇഷ്ഫി, പടച്ചവനെ നീ ശിഫ നൽകണേ, അതാ സംഗതി. അത് ഫാത്തിഹ ഓതി പടച്ചവനെ നീ ശിഫ നൽകണേ, അന്നതിന് ശിഫ നൽകും. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗത്തിനും ശിഫയാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് കുറേ പേരുണ്ട്. ഇമാം ബൈലാവി തങ്ങൾ കുറേ പേരുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേര് സൂറത്തു ശിഫാ എന്നാണ്, രോഗശമനത്തിനുള്ള സൂറ. ഖുർആൻ മുഴുവനും അത് മാർഗദർശനവും ശിഫയുമാണ്. ഖുർആനിൽ കുറേ ആയത്തുകളാണ്, ഇതൊക്കെ ബർക്കത്തുകൊണ്ട് അതിന് ശിഫ കിട്ടും. അതിന് തർക്കടൊന്നുമില്ല അല്ലേ, നല്ലതാണ്. ചിലർ ശിർക്കാന്ന് പറയും അല്ലേ, അങ്ങനെയുണ്ട്. കാണുന്നതും കേൾക്കുന്നതൊക്കെ പിറുക്ക് എന്ന് പറയുന്ന രോഗങ്ങളുണ്ട്, അവരിതും ശിർക്കെന്ന് പറയും. ഫാത്തിഹ ഓതിയിട്ട് റബ്ബേ നീ ശിഫ നൽകണേന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ തൗഹീദ് അല്ലേ. അല്ലാഹു കാക്കട്ടെ. അപ്പം മന്ത്രിക്കാന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ എല്ലാവർക്കും കൂടി മന്ത്രിക്കൽ വളരെ എളുപ്പമുള്ളതാണ്. കുറെ തേനുണ്ട്, വെള്ളമുണ്ട്. തേനിന് യമാനി ഉസ്താദ് ചിലപ്പോ പൈസ വാങ്ങും ഇല്ലേ, പൈസ വാങ്ങുന്ന പരിപാടിയില്ല. ചില സദസ്സിൽ തേനിന് പൈസ വാങ്ങും, അത് നമുക്ക് മുടക്കാനും കഴിയില്ല. കാരണം അത് ഉസ്താദന്മാരെല്ലാം സദസ്സിൽ കാണുന്നതാണ്. ഇനി വെള്ളത്തിന് പൈസ വാങ്ങിക്കൂടാ, അതായിരിക്കും. അതിന് പൈസ വാങ്ങാനും പറ്റില്ല, വേണോ നാശിക്കാനും പറ്റില്ല. അപ്പൊ ഇത് ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടുവച്ചതാണ് അല്ലേ. അപ്പൊ അത് നമുക്ക് കൊടുക്കാം. അതായാലും അത് ഇവിടെ കൊണ്ടുവച്ച അവസ്ഥക്ക് ഒരു നല്ല മരുന്നാകട്ടെ. എല്ലാവർക്കും കൂടി ഒന്ന് മന്ത്രിക്കാം അല്ലേ, എന്നിട്ട് നമുക്ക് ദ്വാരക്കാം. അതിനെല്ലാം ദ്വാരക്കാം. എല്ലാം പറഞ്ഞ് ദ്വാരക്കാം. എല്ലാവരും 3 സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും നന്നായി ആമീൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബുൽ ആലമീനായ നാഥ, നിന്റെ മഹദായ ഫദ്ല് കൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഹക്ക് കൊണ്ട്, ഇസ്മുൽ ആദമിന്റെ ബറക്കത്ത് കൊണ്ട്, റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങൾ നിന്റെ ഹബീബായ നബിയുടെ പേരിൽ ചൊല്ലിയിട്ടുള്ള സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഞങ്ങളുടെ മുമ്പിലുള്ള ഈ പാത്രങ്ങളിലെയും കുപ്പികളിലെയും ഒക്കെ വെള്ളം, അതുപോലെ ഈ കുപ്പികളിലെ തേനുകൾ നല്ല മരുന്നാക്കി തരണേ റഹ്മാൻ, നല്ല മരുന്നാക്കി തരണേ റഹ്മാൻ.
സിദ്ധ ഔഷധമാക്കി തരണേ റഹ്മാനെ, വില പിടിച്ച മരുന്നാക്കി തരണേ റഹ്മാനെ. ഒരല്പമെങ്കിലും പള്ളിയിലെത്തുന്നവരുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തൊട്ടൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ നാഥ, രോഗം വല്ലാതെ അധികരിച്ച കാലം, മരുന്നുകളൊന്നും വേണ്ടത്ര ഫലം ചെയ്യാത്ത കാലം, നിന്റെ അടിമകൾ മുഅ്മിനുകൾ റഹ്മാനെ, അവരെ ഈമാൻ, അതാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഈ വെള്ളങ്ങളും തേനുകളും എല്ലാം റഹ്മാനെ, അവരുടെ ഈമാൻ നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. നല്ല മരുന്നാക്കി തരണേ റഹ്മാനെ, സിദ്ധ ഔഷധമാക്കണേ റഹ്മാൻ. അല്പമെങ്കിലും കൊടയിലെത്തുന്നവരുടെ സകല രോഗങ്ങളെ തൊട്ട് ശിഫ നൽകണേ റഹ്മാൻ. നല്ല ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിക്കണേ റഹ്മാൻ. ഭാവിയിൽ മാരകമായ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല സയ്യിദനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുഹൃത്തുക്കളെ, അപ്പം നമുക്ക് ചെറിയൊരു ദുആ നടത്തിയിട്ട് പിരിയാം. ഇത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ അല്ലേ? റബീഉൽ അവ്വൽ അത് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് മുഴുവനുമുള്ള മൂമിനുകൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം അല്ലേ, എന്തെന്നില്ലാത്തൊരാവേശം, എന്തോ ഒരു പ്രത്യേകത ഈ മാസത്തിനുണ്ട്, സംശയമില്ല. ചിലർ റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയില്ല എന്ന് പറയും. ഞാൻ മുമ്പേക്ക് ഒരു കാസറ്റ് കേൾക്കട്ടെ, കുട്ടികളെ വേണ്ടി കേൾപ്പിച്ചാണ്. റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയില്ല. റബീഉൽ അവ്വലും കർക്കിടക മാസമില്ല ഒരുപോലെ തന്നെ. റബീഉൽ അവ്വലും സഫർ മാസം എന്ന് പറഞ്ഞ തിരക്കില്ല. കർക്കിടക മാസം അങ്ങേറ്റം കളിയാക്കിയിട്ട് പറഞ്ഞതാണ്. അള്ളാഹു കാക്കട്ടെ. എന്നാൽ റബീഉൽ അവ്വലിന് വലിയ പ്രത്യേകതയുണ്ട്. റബീഉൽ അവ്വലിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്നവരോട് നമുക്ക് ചോദിക്കാം, പരിശുദ്ധ റമദാൻ മാസത്തിന് വല്ല പ്രത്യേകതയുമുണ്ടോ? ഇതില്ല എന്ന് പറയാ. ഇല്ല. ആൾക്കാർ പിന്നെ നമുക്ക് നല്ലത് വിചാരിക്കണമല്ലോ, അതിന് പ്രത്യേകതയുണ്ട് എന്ന് അവർ പറയും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് ചോദിക്കാം, റമദാൻ മാസത്തിനുള്ള പ്രത്യേകത എന്താണ്? അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാന, റമദാൻ മാസം, അല്ലദീ ഒരു മാസമാണ്, ഉൻസില ഫീഹി ആ മാസത്തിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു അൽ ഖുർആനു ഖുർആൻ. എന്താ റമദാൻ മാസത്തിനുള്ള പ്രത്യേകത? അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ളത് അല്ലേ? റബീഉൽ അവ്വലിനോ? റബീഉൽ അവ്വലിന്റെ മഹത്വം മനസ്സിലാക്കാൻ മുഅ്മിനുകൾക്ക് ഇതേ ആയത്ത് തന്നെ മതി. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ആയത്ത് തന്നെ മതി. എന്താ കാരണം? ഈ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അസ്റഫുൽ മഖ്ലൂഖാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ച മാസം, അഥവാ അവിടുന്ന് ഭൂജാതരായ മാസം. അപ്പം റബീഉൽ അവ്വലിന് വലിയ പ്രാധാന്യമുണ്ട്, മഹത്വമുണ്ട്, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ റമദാനിൽ നാം അള്ളാഹുവിന് പല അമലുകളും ചെയ്യുന്നു അല്ലേ? പല അമലുകളും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു അമലാണ് ഖുർആൻ ഓതൽ. ഖുർആൻ ഓതൽ വലിയ പുണ്യമുള്ള അമലാണ്. അത് റമദാൻ മാസം മാത്രമല്ല, എല്ലായ്പ്പോഴും നാം അള്ളാഹുവിന് ചെയ്യുന്ന അമലുകളിൽ വളരെ മഹത്വമുള്ള ഒരു അമലാണ് ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, സഹീഹായ ഹദീസ്, അവിടുന്ന് പറയുന്നു, മൻ അറാദ അൻ യതകല്ലമ മഅല്ലാഹി ഫൽയഖറഇൽ ഖുർആൻ. മൻ അറാദ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അൻ യതകല്ലമ മഅല്ലാഹ്, അല്ലാഹുവിനോട് കൂടി സംസാരിക്കാൻ, അള്ളാഹുവിനെ നേരിൽ കണ്ടിട്ട് സംസാരിക്കണം, അതിനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മൂമിനുണ്ടാവോ? ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അള്ളാഹുവിനെ ഒന്ന് നേരിൽ കാണുക എന്ന്. ആ മനുഷ്യനെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു, അവന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു എന്ന് മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ഈ മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി. അങ്ങനെ ഒക്കെ ചെയ്ത ആ റബ്ബുൽ ആലമീനായ അള്ളാഹു അവനെ ഒരു നോക്ക് കാണണം. അത് ആഗ്രഹിക്കാത്ത മൂമിൻ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം അതാകണം. ഏത്? അല്ലാഹുവിനെ കാണല്. ഒരു സംഭവം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും ഹവാരിജുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, സഞ്ചരിക്കുകയാണ്.
അപ്പോഴുണ്ട് കുറേ ആളുകൾ കൂടി അള്ളാഹുവിന് ദിക്ർ ചെയ്യുന്നു. ഒരു ദിക്റിൻ്റെ ഹൽക്ക ശ്രദ്ധയിൽപ്പെട്ടു. വളരെ മഹത്വമുള്ള സദസ്സാണല്ലോ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുന്ന സദസ്സാണല്ലോ, നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ആ ദിക്ർ ഹൽക്കക്ക് നേതൃത്വം നൽകുന്ന ആ മഹാനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനായി ദിക്ർ ചെയ്യുന്നത്, ദിക്ർ എന്തിനാ ചെല്ലുന്നത്? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, അത് സ്വർഗം കിട്ടാന്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നമുക്കിവിടെ ഇരിക്കണ്ട, പോവാ, ഇവരെ നീയത്ത് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും സഞ്ചരിച്ചു മറ്റൊരു സദസ്സ്. ആ സദസ്സിൽ ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ചെന്നിരിക്കാം. അവിടെ ചെന്ന് ആ ദിക്റിന് നേതൃത്വം നൽകുന്ന ശൈഖനോട് ചോദിച്ചു, എന്തിനാ ദിക്ർ ചെല്ലുന്നത്? നരകത്തെ തൊട്ട് രക്ഷപ്പെട്ടാനാണ് എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പോകാം, ഇവര് നീയത്ത് ശരിയല്ല. അങ്ങനെ മൂന്നാമത്തെ ഒരു സദസ്സ്. ആ സദസ്സിന് നേതൃത്വം നൽകുന്ന ആളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ ദിക്ർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേരം അതിന്റെ മറുപടി, ഇല്ലോ അള്ളാനെ കാണാനേ എന്ന് പറഞ്ഞു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് അള്ളാന്റെ ഔലിയാക്കൾ, നമുക്കിവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ ഏത് ആണേലും അതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ്? അള്ളാന്റെ വജ്ഹ്, അള്ളാന്റെ പൊരുത്തം, അള്ളാനെ കാണൽ, അതാകണം ഉദ്ദേശം. മറ്റപ്പ സ്വർഗം ലഭിക്കും, നരകത്തെ തൊട്ട് രക്ഷ ലഭിക്കും, അതൊക്കെ പിന്നെ വന്നുകൊള്ളും. ഏറ്റവും ശരിയായ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനേക്കാൾ അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യതകല്ലമ മഅ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് കൂടി സംസാരിക്കണം എന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖ്റഇൽ ഖുർആൻ, അവൻ ഖുർആൻ ഓതട്ടെ. ഖുർആൻ എന്താ സാധനം? അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അത് ഓതുക. അള്ളാഹുമായി നേരിട്ട് കാണാനും സംസാരിക്കാനും സാധിക്കും. ഈ നബിദിനം ആഘോഷിക്കുന്ന ഈ റബീഉൽ അവ്വലിൽ നമുക്കെല്ലാം ഒരു പ്രതിജ്ഞ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരല്പസമയമെങ്കിലും ദിവസം ഖുർആൻ ഓതണം. നമുക്കെല്ലാം അതിന് പ്രതിജ്ഞ എടുക്കാം, അല്ലേ? കുറഞ്ഞത് ഒരു 1-2 പേജെങ്കിലും എല്ലാ ദിവസവും ഖുർആൻ ഓതണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ എന്താ പറഞ്ഞത്? ഖുർആൻ ഓതല് വലിയ മഹത്വമുള്ളത്. അത് റമളാൻ മാസമായാലോ അത് വലിയ മഹത്വമുണ്ട്. കാരണം ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അത് തന്നെ അതിന് കാരണം. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാം, എല്ലാ ദിവസവും ഓരോ ഖത്തം വീതം ഓതും. റമളാൻ മാസം 2 ഖത്തം വീതം ഓതും. എന്താ ഷാഫി ഇമാമിന് വേറെ പണിയൊന്നുമില്ലേ? എന്താ ഖുർആൻ ഓതല് മാത്ര? സുബ്ഹാനല്ലാഹ്, ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച മഹാൻ അല്ലേ? ഈ ഖുർആൻ ഓതിയിരുന്നത് രാത്രി സുന്നത്ത് നിസ്കാരത്തിലായിരുന്നു. എങ്ങനെ സാധിച്ചത്? കാരണം പലതും ഉണ്ട്. ഒന്ന് സമയത്തിന്റെ ബറക്കത്ത്. നമ്മുടെ സമയത്തിന് ബറക്കത്തില്ല. അല്ല, നമ്മുടെ സമയം തന്നെ ഇല്ല. സമയമുണ്ടോ ഇപ്പൊ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു മുഅ്ജിസത്താണ് ഇന്നത്തെ കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅത്തു, ഖിയാമത്ത് നാൾ നിലനിൽക്കുകയില്ല, ഹത്താ യതകാറബ സമാനു, കാലം അടുക്കുന്നത് വരെ, അഥവാ കാലത്തിന്റെ ദൈർഘ്യം കുറയുന്നത് വരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ ഏറ്റവും സമീപിക്കുമ്പോൾ തകൂനു സനത്തു കശ്ശഹരി, ഒരു കൊല്ലം ഒരു മാസം പോലെയാകും. വസ്സഹ്റു, ഒരു മാസം കൽ ജുമുഅത്തി, ഒരാഴ്ച പോലെ. വൽ ജുമുഅത്ത്, ഒരാഴ്ച കൽ യൗമി, ഒരു ദിവസം പോലെ. വൽ യൗമു, ഒരു ദിവസം കസ്സാഅത്തി, ഒരു മണിക്കൂർ പോലെ. വസ്സാഅത്ത്, ഒരു മണിക്കൂർ കല്ലുറുമത്തി, തീ പാളുന്ന മാതിരി. അതിന് ഇന്നത്തെ സമയം അതാണ്. പക്ഷെ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വലിയ വ്യാസന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്തോ ഒരു മാറ്റം ഉണ്ട് എന്ന് പറയും, അത്രയേ ഉള്ളൂ. എന്നാൽ ഷാഫി ഇമാമിന്റെ ആ സമയത്തിന്റെ ബറക്കത്ത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കറാമത്ത്, ഖുർആന്റെ മുഅ്ജിസത്ത്, അതെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ അത് സാധിച്ചു. ഖുർആന്റെ ഒരു മുഅ്ജിസത്താണ്. അതിങ്ങനെ കൂടുതൽ ഓതാൻ തുടങ്ങിയാൽ, കൂടുതൽ ഓതുന്നയാൾക്ക് വളരെ വേഗം അത് ഓതി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സംശയമില്ല. രാവിലെ സ്വയം നിസ്കരിച്ച് ഖുർആൻ ഓതാൻ ഇരുന്നിട്ട് ളുഹ്റാവുമ്പോഴേക്ക് ഒരു ഖത്തം തീർത്തയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ സാധാരണ ചെയ്യുന്ന ഒരു ഉസ്താദിന്. അപ്പൊ ഏതായാലും ഇരിക്കട്ടെ, സംശയം ഉണ്ടാവില്ല ആ കാര്യത്തിൽ.
അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എല്ലാ ദിവസവും ഒരു ഹത്തോതും റമദാനിൽ 2 ഹത്തും റമദാനിൽ ഖുർആൻ ഓതിയതുകൊണ്ട്. ഇനി നമുക്ക് റബീഉൽ അവ്വലിലേക്ക് മടങ്ങാം. റബീഉൽ അവ്വലിൽ നാം പല അമലുകളും ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള ഒരു അമലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തനം ചെയ്യൽ. അതെപ്പോഴും വലിയ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തൽ, അവിടുത്തെ മൗലിദ് പാരായണം, അതൊക്കെ എല്ലാ കാലത്തും മഹത്വമുള്ള അമലാണ്. റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച് എപ്പോഴും മൗലിദ് പാരായണം വലിയ മഹത്വമുള്ള അമലാണ്. മഹാനായ ഹസനുൽ ബസരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, സഹാബിയല്ല, പക്ഷെ 70-ലധികം സഹാബികളുടെ ഇടയിൽ ജീവിച്ച ആളാണ്, താബീങ്ങളിൽപ്പെട്ട ആളാണ്. മാത്രമല്ല ഒരു മദ്ഹബിൻ്റെ ഇമാമാണ്. പക്ഷെ അങ്ങനെ ഒരു മദ്ഹബ് ഇപ്പോൾ അറിയപ്പെടുന്നില്ല. കാരണം മദ്ഹബുകൾ ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം 4 ലയിച്ചതും 4 റിക്കാർഡാക്കപ്പെട്ടതുമാണ്. ഒരു മദ്ഹബിൻ്റെ ഇമാം അദ്ദേഹം പറയാണ്, ഒദിത്തു, ഞാൻ ആഗ്രഹിച്ചു പോയി, ലൗ കാനലി, എനിക്കുണ്ടാവുകയാണെങ്കിൽ, മിസലു ജബലി ഉഹുദിൻ ദഹബൻ, ഉഹുദ് പർവ്വതത്തോളം സ്വർണം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ലഅൻഫഖ്തുഹു ഫീ അലാ ഖിറാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണത്തിന് ചെലവാക്കുമായിരുന്നു. ഇതായി കേൾക്കുന്നത് ഹസനുൽ ബസരി തങ്ങളുടെ കാലത്ത് മൗലിദ് പാരായണോ? സംശയമില്ല, ഒരു സംശയമില്ല. കാലത്തൊക്കെ മൗലിദ് പാരായണം ഉണ്ടായിരുന്നു. ചിലർ വെറുതെ ഫിത്നയാക്കലാണ്. എന്ത് മൗലിദ് പാരായണം? ഇത് ഏടിന് കിട്ടിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്നോ മൗലിദ് പാരായണം? ഉണ്ടായിരുന്നോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലിദ് പാരായണം ഉണ്ടായിരുന്നോ? സഹാബികളുടെ കാലത്തുണ്ടായിരുന്നു. ഇത് എപ്പോൾ തുടങ്ങിയതാണ് ഈ പരിപാടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം മൗലിദ് എന്നിട്ടൊരു മൗലിദ് കഴിച്ചിരുന്ന, എന്താ ഇബ്രാഹിം മൗലിദ് എന്നിട്ടൊരു മൗലിദ് അല്ലായിരുന്നോ? നൂഹ് മൗലിദ്, അങ്ങനെ ഒരു മൗലിദ് കഴിച്ചിരുന്നു. ഇത് എഴുന്ന ഈ പരിപാടി ഉണ്ടായത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പ്രസംഗം നടത്തിയാലേ അല്ലേ? ഞാൻ ഇത്ര പറഞ്ഞപ്പോൾ തന്നെ സംശയമുണ്ട്, ശരിയല്ലേ എന്ന് തോന്നുന്നുണ്ട? അള്ളാഹു കാക്കട്ടെ. നല്ലൊരു പ്രസംഗം, ആ കാസറ്റ് ഇങ്ങ് കേട്ടാൽ ശരിയല്ലേ എന്ന് തോന്നും അല്ലേ? എന്ത് ശരി? ഇത് എവിടെ ശരി? എന്തായി മൗലിദ് എന്ന് പറഞ്ഞാൽ? മൗലിദ് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ നബിന്റെ കുറേ മദ്ഹുകൾ പറയല്, നബിന്റെ ചരിത്രം പറയല്, ഇതൊക്കെയല്ലേ ഉള്ളത്. അത് നബിന്റെ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഖുർആനിലില്ലേ ആദം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്? ഇല്ലേ അല്ലേ? ഖുർആനിൽ ഒരു സൂറത്തില്ലേ, സൂറത്ത് ഇബ്രാഹിം. എന്താ അത്? ഇബ്രാഹിം നബിന്റെ മൗലിദ് തന്നെയല്ലേ അതിലുള്ളത്? അല്ലേ? സൂറത്ത് നൂഹ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, അതിൽ പിന്നെന്താണ്? ഇനി ഔലിയാക്കന്മാർ അല്ലേ? ലുക്മാനുൽ ഹക്കീം ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. വിലപ്പെട്ടത് എങ്ങനെയാണ് അഭിപ്രായം? സൂറത്ത് ലുക്മാൻ അല്ലേ? ഇനി നഫീസത്ത് മൗലിദ് അല്ലേ? സൂറത്ത് മറിയം ഖുർആനില്. പിന്നെ ബദർ മൗലിദ് നബിന്റെ കാലത്തുണ്ടായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന ആമനൂ മഅഹു അസിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന. പലരും ഈ സദസ്സിൽ തന്നെ ആ ആയത്ത് കാണപ്പെടുന്നുണ്ട്. ഉസ്താദ്മാരായ ഞങ്ങൾക്കെല്ലാം ആ ആയത്ത് കാണപ്പെടാം. ഞങ്ങളെല്ലാം ആ ആയത്ത് എഴുതാൻ പഠിച്ചെന്നറിയാം. ബദർ മൗലിദിൽ അല്ലേ? പിന്നെ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. എല്ലാവർക്കും അറിയില്ല, ആയത്ത് കാണപ്പെടില്ല. മങ്കൂസ് മൗലിദ് എന്നല്ലേ നമ്മളെ ആയത്ത് പഠിച്ചിന് കാണപ്പെടാക്കുന്നത്? വെറുതെ എന്ത് വിത്തിനാണ്? പിന്നെ ചോദിക്കും, മങ്കൂസ് മൗലിദ് ഉണ്ടോ നബിന്റെ കാലത്ത്? നമുക്ക് മറിച്ച് ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുസാഫ് ഉണ്ടായിരുന്ന? അപ്പൊ നബിന്റെ കാലത്ത് ആരും ഖുർആൻ ഓതിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുസാഹിഫില്ല. മുസാഹിഫിന്റെ രൂപത്തിൽ ക്രോഡീകരിച്ചത് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മുസാഹിഫ് വിതരണം ചെയ്യപ്പെട്ടത്. പക്ഷെ മുസാഹിഫ് ഖുർആൻ അത് ഇന്നത്തെ അതേ രൂപത്തിൽ ഹൃദയസ്ഥമാക്കി ഓതിയിരുന്നു. അപ്പം മുസാഹിഫ് ഉണ്ടോ? മുസാഹിഫ് ഇല്ല, അതുകൊണ്ട് ഖുർആൻ അതില്ല എന്ന് പറയാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ബുഖാരി ഉണ്ടാ?
അതുകൊണ്ട് നബിൻ്റെ കാലത്ത് ആരും ഹദീസ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അതുപോലെ ഈ പറയുന്നവർ നടത്തുന്ന അഫ്ദൽ ഉലമ കോളേജുകളുണ്ടല്ലോ, അഫ്ദൽ ഉലമ ക്ലാസ്, അതിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ? വെറുതെ മുഅ്മിനീങ്ങളെ തമ്മിൽ തെളിയിക്കുക, അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അത് മാത്രം ചിലരുടെ ഉദ്ദേശം. അവരോടൊക്കെ പറയാനുള്ളത് മുഅ്മിനീങ്ങളുടെ ഇടയിൽ യാതൊരു ഭിന്നിപ്പും ഉണ്ടാക്കരുത്. മുഅ്മിനീങ്ങൾ ഒറ്റക്കെട്ടാകണം ഏത് കാലത്ത്, ഇക്കാലത്ത് പ്രത്യേകിച്ച്. ഇന്നും ഇപ്പോൾ പിന്നെ വണ്ടിയിൽ കൂടി വരുമ്പോൾ എൻ്റെ സുഹൃത്ത് മൗലിദിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാസറ്റ് എന്ന് പറഞ്ഞു. തീരെ അർത്ഥമില്ലാത്തതെന്ന് കേട്ടത്. പക്ഷെ കേട്ടാലോ മുഅ്മിനീങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നല്ല പരിപാടിയാക്കുക. എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കരുത്, മുഅ്മിനീങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തണം. ഈ കാലത്ത് പ്രത്യേകിച്ച് അല്ലേ, ഈ കാലത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ചിന്തിച്ചാൽ മുഅ്മിനുകൾ മുസ്ലിംകൾ ഒറ്റക്കെട്ടാകണം, അല്ലെങ്കിൽ അപകടം. അള്ളാഹു കാക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ഇവിടുത്തെ സിവിൽ കോഡിൻ്റെ ഭീഷണിയുള്ള ഒക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഈ സന്ദർഭത്തിൽ ശരിക്കും ശ്രദ്ധിച്ചു കൊള്ളണം. മുഅ്മിനീങ്ങൾ ഒറ്റക്കെട്ടാകണം. എന്തെങ്കിലും അതും ഇതും പറഞ്ഞിട്ട് ആളുകളെ ഭിന്നിപ്പിക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരല്, ചെറുപ്പത്തിൽ ഞാൻ കേട്ട ഒരു ഉസ്താദിൻ്റെ പ്രസംഗം, ഭിന്നിപ്പിൻ്റെ അപകടം പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, ആദ്യകാലത്ത് ഇവിടെയുള്ള വൃക്ഷങ്ങളിലെ മരങ്ങൾ, മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടാ? കുറേ മരത്തിൻ്റെ പേര് പറഞ്ഞ മാവ് ഇതേ അറിയുള്ളൂ, മാങ്ങ തിന്നുന്ന അതേ അറിയുള്ളൂ, ഇതിനൊന്നില്ല. അങ്ങനെ കുറേ മരങ്ങളുണ്ട്. ആദ്യകാലത്ത് ഈ മരങ്ങൾക്കൊന്നും ഒരു ഭീഷണി ഉണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് എന്ത് തന്നെന്നറിയോ, ഈ മരം മുറിക്കാനുള്ള ആയുധങ്ങൾ വന്നു. കുറച്ച് ആയുധങ്ങളെ പേര് പറഞ്ഞ മരം മുറിക്കാനുള്ള ആയുധം കുട്ടികൾ പറയുന്നില്ല. വാള്, കത്തിയാള്, അങ്ങനെയുള്ള ഈ ആയുധങ്ങൾ. അപ്പൊ മരങ്ങളെല്ലാം കൂടി ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ആരെങ്കിലും അധ്യക്ഷ പിലാവായിക്കോട്ടെ, ഉദ്ഘാടനം തേക്ക്, മുഖ്യപ്രഭാഷണം ഇരുളായിക്കോട്ടെ, എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇനി നമ്മൾ സംഘടിക്കണം, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ സദസ്സിൽ നിന്ന് ഒരു മര എഴുന്നേറ്റ് എന്നിട്ട് ചോദിച്ചു, സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ ഈ ആയുധങ്ങളെ സഹായിക്കാൻ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഓ അതുണ്ട്, എല്ലാ ആയുധത്തിന്റെയും പിടി നമ്മളാണ്, കാഞ്ഞറാണ് എന്ന് പറഞ്ഞു. അപ്പൊ മരങ്ങളെല്ലാം പറഞ്ഞു, ഇനി നമുക്ക് രക്ഷയില്ല, പിരിയ. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ മരം ഇങ്ങനെ മുറിച്ചു പോകുന്നു അല്ലേ? അതാണ് അവസ്ഥ. നാം മറ്റുള്ളവരെ സഹായിക്കലാണ് ഭിന്നിപ്പിക്കൽ മറ്റുള്ളവരെ സഹായിക്കൽ. അള്ളാഹു കാക്കട്ടെ. അപ്പം ഭിന്നിക്കരുത്, മുഅ്മിനീങ്ങൾ ഭിന്നിക്കരുത്. എല്ലാവരും ഒറ്റക്കെട്ട്. ഓരോ മഹല്ലത്തിലുള്ള മുഅ്മിനുകൾ, അവർ പല പാർട്ടികൾ, പല ഗ്രൂപ്പുകൾ, അങ്ങനെയൊന്നും ആകരുത്. ഒറ്റക്കെട്ടാകണം. അങ്ങനെ ഒറ്റക്കെട്ടാക്കാൻ വേണ്ടിയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഒരു ശ്രമം നടത്തിയത്. 1926 കേരളത്തിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ഭിന്നിച്ചപ്പോൾ അങ്ങനെ മഹാനായ തങ്ങൾ അന്ന് കേരളത്തിലുള്ള വലിയ ആലിമീങ്ങൾ, സാദാത്തുക്കൾ എല്ലാവരെയും കോഴിക്കോട് വലിയ ജുമാഅത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് മുഅ്മിനീങ്ങളെ ഒന്നിപ്പിക്കാൻ ഒരു വേദി ഉണ്ടാക്കി. കേരളത്തിലുള്ള ഉസ്താദുമാർക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ കമ്മിറ്റി ഉണ്ടാക്കിയ ആളെ പേര് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. ആരാ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ? കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. കുത്തുബീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ 1,24,000 ഔലിയാക്കൾ ഉണ്ടാകും. ഒരാൾ വഫാത്തായ അദ്ദേഹത്തിന്റെ മയ്യിത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ ആ സ്ഥാനത്ത് നിയമിക്കും. ഈ ഔലിയാക്കൾക്ക് എല്ലാ ഭാഗങ്ങളിലും നേതാക്കൾ ഉണ്ടാകും. ആ നേതാക്കൾക്കാണ് കുത്തുബീങ്ങൾ, ഗൗസിയങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും കൂടി ഒരു നേതാവ് ഉണ്ടാകും. ആ നേതാവിനാണ് ഗൗസുൽ ആദം, കുതുബുൽ അഖ്താബ് എന്ന് പറയുന്നത്.
ഇത് മഹാനായ ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ലതായിഫുൽ മിനൻ എന്ന കിതാബിൽ ലക്ഷ്യസഹിതം വിവരിക്കുന്നതാണ്. അങ്ങനെയുള്ള കുത്തുബീങ്ങൾ 1,24,000 ആളുകൾക്കും ഉള്ള നേതാവിനാണ് എന്ത് പറയുന്നത്? ഗൗസുൽ ആദം ഖുതുബുൽ അഖ്താബ്. അങ്ങനെ ഒരാളെ പേര് കേട്ടിട്ടുണ്ടോ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തിൻ്റെ കാലത്ത്, ആ മഹാന്റെ കാലത്ത് എല്ലാ ഔലിയാക്കളുടെയും നേതാവ്. പല കാലത്തും അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലുണ്ട്. പുറത്തിയിൽ അബ്ദുൽ ഖാദിർ സാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആദം എന്ന അദ്ദേഹത്തിൻ്റെ മൗലിദിൽ പൊന്നാനി മഖ്ദൂമിങ്ങളിൽ ഒരാൾ എഴുതിയ മൗലിദ് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിരിക്കട്ടെ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുത്തുബീങ്ങളിൽപ്പെട്ട ആളാണ്. അതിനെന്താ തെളിവ്? ഔലിയാക്കൾ അള്ളാഹ് മറച്ചു വെച്ചതാണ് ലൈലത്തുൽ ഖദ്ർ പോലെ. പക്ഷെ ചിലരങ്ങ് വെളിവായി പോകും, ചിലർ കറാമത്തുകളെ കൊണ്ട് വെളിവാകും. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കറാമത്ത് പറയാൻ നമുക്കൊരു സദസ്സ് ഒരുമിച്ച് കൂട്ടാണെങ്കിൽ കുറേ ദിവസം പറയാൻ കഴിയും. ഒരൊറ്റ ഒന്ന് ബറക്കത്തിന് വേണ്ടി. മഹാനവറുകളുടെ ആ അവസാന ഘട്ടത്തിൽ ഒരു ദിവസം രാത്രി കോഴിക്കോട് ഒരു സദസ്സിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗം തീരാൻ പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് ദ്വാരക്കാം. 40 മൂമിനുകൾ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയ ദ്വാക്ക് ഉത്തരം കിട്ടുന്ന കുറേ ആളുണ്ടാവും, ഒരാൾ ഉറപ്പാണ്, അതുകൊണ്ട് നമുക്കൊന്ന് ദ്വാരക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, അല്ല തങ്ങൾ, ആ ഒരാൾ ഈ സദസ്സിൽ ആരാണ്? മനസ്സിലായില്ല. തങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. തങ്ങൾ പറഞ്ഞു, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച്, മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വഭീകരിച്ച ഒരാളുണ്ട്, എഴുന്നേറ്റ് നിന്നേന്ന് പറഞ്ഞു. ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ച് സ്വബയും, മസ്ജിദുൽ നബവിയിൽ മദീനത്തെ പള്ളിയിൽ വെച്ച് ളുഹുറും, മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അസറും നിസ്കരിച്ച മഹാനായ തങ്ങളോടുകൂടി സ്വബം നിസ്കരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ ഞാനും ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? അതാണ് ആര്? ആ തങ്ങളുണ്ടാക്കിയ കമ്മിറ്റി. ദീർഘകാലം അതിനെ നയിച്ചിട്ട് ഇന്നുള്ള അവസ്ഥയിൽ അതിനെ എത്തിച്ചതാരാണ്? മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളാരാ? ആരും മൈലാർക്കല്ലേ? ഒന്നല്ല, ആർക്കും പിടുത്തം കിട്ടാതെ പോയ ആളാണ്. ഒരുപാട് കറാമത്തുകൾ അനുഭവിച്ച പലരും ഉണ്ട്. പിടുത്തം കിട്ടാതെ പോയ ആളാണെങ്കിലും ഒരാമുസ്ലിം സുഹൃത്തുണ്ട്, ശംസുൽ ഉലമാനെ ദൈവപുത്രൻ എന്ന് പറയുന്ന ആൾ. സംഗതി എന്താണെന്നറിയും? ഇപ്പോഴും ദൂരെ പോയിട്ട് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് തൊഴുതും. ഒരു അമുസ്ലിം സുഹൃത്ത്. എന്താണെന്നറിയോ? ഈ അമുസ്ലിം സുഹൃത്ത് എപ്പോഴും ശംസുൽ ഉലമയോട് കുറേ വിഷമവും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറയും. ഒരു ദിവസം ശംസുൽ ഉലമ പറഞ്ഞു, നീ കുറേ കാലമായല്ലോടോ ഇതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഇങ്ങനെ പറയുന്നത്, നിന്റെ സകല വിഷമവും ബുദ്ധിമുട്ടും നാളെ 10 മണിക്ക് തീരുമെന്ന് പറഞ്ഞു. ഇവനും കേട്ടയാളും എല്ലാം അത്ഭുതപ്പെട്ടു, എന്തായി പറയുന്നത്? സംഗതി എന്താ സംഭവിച്ചതെന്നറിയോ? പിറ്റേന്ന് രാവിലെ 10 മണിക്കാന്ന് ലോട്ടറി നെറുക്കെടുപ്പ്. ഈ സുഹൃത്തിനാണ് ലോട്ടറി അടിച്ചത്. അയാൾ പറയാണ്, നീ ടിക്കറ്റ് എടുത്ത എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല. എനിക്കോർമ്മയില്ല. കാരണം ആ വിവരം അറിഞ്ഞതൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എനിക്കൊരു കാരണവശാലും ഓർമ്മയില്ല. ഇതെങ്ങനെയും മഹാൻ അറിഞ്ഞ്. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിഷമമുള്ള ആളെല്ലാം പോയിട്ട് നാളെ ലോട്ടറി ടിക്കറ്റ് എടുത്തേക്കല്ലേ? ഹറാമാണത്. മറ്റേ ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള വലിയ മഹാന്മാരുടെ അത്യധ്വാനം ചെയ്തതിന് എന്തിനാണ്? മുഅ്മിനീങ്ങളെ ഒന്നിച്ച് നിർത്താൻ വേണ്ടി, ഒറ്റക്കെട്ടാക്കി നിർത്താൻ വേണ്ടി. അപ്പം അവരുടെയൊക്കെ പേരും പറഞ്ഞിട്ട് ആളുകളെ ഭിന്നിപ്പിക്കുക അതും പാടില്ല, അതും ചെയ്യരുത്. എല്ലാവരും ഒറ്റക്കെട്ടായി പിന്നെ ബഹുമാനപ്പെട്ട സംസ്ഥ കേരള എത്തുള്ളൂ. എവിടെയും വരുത്തി നിൽക്കണ്ടേ? അത് ഒരു തകരാറും കാണാത്തത് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ. ആ ഉസ്താദുമാരുടെ പിന്നിലാണ് ഇന്നേരം ഒറ്റക്കെട്ടായി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ നടത്തുക. പിന്നെ മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നിലനിർത്താൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാം ഒറ്റക്കെട്ടായാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നും പേടിക്കാനില്ല. ഏക സിവിൽ കോഡും വരില്ല, ശരീഅത്ത് നിയമവും ആരും തൊട്ട് കളിക്കില്ല, ഒന്നും ചെയ്യില്ല. ഒറ്റക്കെട്ടാകുക. ഒറ്റക്കെട്ടായിട്ട് മൂമിനീങ്ങളായി ജീവിക്കുക. എന്നാൽ ഒന്നും പേടിക്കാനില്ല.
ലോകം മുഴുവനും നമ്മുടെ കൂടെയായിരിക്കും. നമ്മുടെ അമുസ്ലിം സുഹൃത്തുക്കൾ, ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രിസ്തുമത സുഹൃത്തുക്കൾ, അവർക്കൊന്നും നമ്മളോടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും നമ്മളായി ജീവിച്ചാൽ നമ്മളോടായിരിക്കും അവർക്ക് വലിയ ബഹുമാനവും ആദരവും ഉണ്ടാകും. ഉറപ്പാണ്. മഹാനായ പാണക്കാട് തങ്ങളെ പോലെയൊക്കെ ആയാൽ അല്ലേ, അങ്ങനെ എന്താകാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയും ചെയ്തുകൂടെ. മഹാനായ പാണക്കാട് തങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള ഒരു സംഭവം നമ്മുടെ പ്രാസംഗികന്മാരൊക്കെ പറയാറുള്ളതാണ്. പാണക്കാട് തങ്ങളുടെ മദഹ് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു മദ്രസ, ഓടുമേഞ്ഞ മദ്രസ, ആ മദ്രസയുടെ തൊട്ടടുത്ത് ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ തെങ്ങ്, ആ തെങ്ങിൽ നിന്ന് തേങ്ങ ഈ മദ്രസൻ്റെ ഓടിന് പോകും. ഓടിങ്ങനെ ഒളിഞ്ഞുകൊണ്ടിരിക്കും, ഓട് മാറ്റിക്കൊണ്ടുമിരിക്കും. അങ്ങനെ ഒരു പുതിയ കമ്മിറ്റി വന്നപ്പോൾ ഇതിങ്ങനെ ഇവരെ വിട്ടാൻ പറ്റില്ല. അങ്ങനെ അവരെ സമീപിച്ചിട്ട് നിങ്ങൾ തെങ്ങ് മുറിക്കണമെന്ന് പറഞ്ഞു. പിന്നെ തെങ്ങ് മുറിക്കൂല, ഇത്ര നല്ല തേങ്ങയുള്ള തെങ്ങ് മുറിക്കാൻ മുറിക്കില്ല എന്ന് പറഞ്ഞു. അതൊരു കുഴപ്പത്തിൽ കലാശിക്കും എന്നിടത്തെത്തി. അപ്പോൾ ആരോ അഭിപ്രായപ്പെട്ട് നമുക്ക് പാണക്കാട് തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് പോകാം. അവർ വേഗം സമ്മതിച്ച്. ഈ അമുസ്ലിം സുഹൃത്തുക്കളായിക്കോട്ടെ, തങ്ങളുപ്പാപ്പ പറയും പോലെ ചെയ്യാമെന്ന്. അങ്ങനെ തങ്ങളുപ്പാപ്പ ശിഹാബ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അടുക്ക ചെന്നു. തങ്ങൾ ഇതെല്ലാം കേട്ട് എന്നുവെച്ചാൽ ഞാൻ പറയും പോലെ ചെയ്യോ? രണ്ട് കക്ഷിയോ തങ്ങളുപ്പാപ്പ എന്താ പറയുന്നത് പോലെ ചെയ്യുന്നു. തങ്ങൾ വേഗം അകത്ത് എഴുന്നേറ്റ് പോയി. തിരിച്ച് വന്നത് ഒരു ചെറിയ കവറുമായിട്ട്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ആ തെങ്ങ് മുറിക്കണ്ട, നല്ല തേങ്ങ ഉണ്ടാകുന്ന തെങ്ങല്ലേ, തെങ്ങാട നിന്നോട്ടെ. കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മദ്രസ ഓട് മാറ്റിയിട്ട് ബാർപ്പാക്ക്, ഇനി നല്ലൊരു പിരിവെടുക്ക്, ആദ്യത്തെ സംഭാവന എൻ്റെ വകാന്നാണ്. എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിയില്ല അല്ലേ? ഇതാണ് നമ്മുടെ മഹാന്മാരായ ഈ സ്വഭാവമൊക്കെ എവിടുന്ന് തങ്ങൾക്ക് ലഭിച്ചത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ആ സ്വഭാവം. അപ്പം അന്നിലക്ക് മൂമിനുകൾ ഈ റബീഉൽ അവ്വൽ ആഘോഷിക്കുമ്പോൾ എന്താ വേണ്ടത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം അതിങ്ങ് പകർത്തിയ എല്ലാവർക്കും മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആയിരിക്കാം മാതൃകയില്ലാത്തത്? തൊഴിലാളികൾക്ക് വേണ്ടി ബാധിക്കുന്നവരുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ തൊഴിലാളികളെ തൊഴിലിന് വിളിച്ചാൽ അവരുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവർക്ക് കൂലി കൊടുക്കണോ? ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം അങ്ങനെ കൽപ്പിച്ചതായിട്ടുണ്ടോ? ഒരവസരത്തിൽ ഒരു അറബി, ഒരു കാടൻ അറബി ഇങ്ങനെ നടന്നു പോവുകയാണ്. അയാളിങ്ങോട്ട് വിളിച്ചു. അയാൾ വിളിച്ചിട്ട് അയാളെ കൈ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചു. സഹാബികൾ ചോദിച്ചു, എല്ലാ നബി, എന്താണ് അയാളുടെ കൈ പിടിച്ച് ചുംബിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൈക്ക് തൊഴിൽ ചെയ്ത തഴമ്പുണ്ട്, അത് പുണ്യമുള്ള സ്ഥലമാണ്, ഞാൻ ചുംബിച്ചത്. ഇതല്ലേ ഇവിടെ ഇന്ന് എല്ലാതെ ആളുകളെ പാട്ടിലാക്കാൻ വേണ്ടി രംഗത്തിറങ്ങല് തൊഴിലാളികളുടെ പേരും പറഞ്ഞല്ലേ? ഇത്ര വലിയൊരു നേതാവിനെ വേറെ ആർക്കും കിട്ടാൻ സാധിക്കും? നാം പരിശോധിച്ച് നോക്കിയാൽ പാല് കുടിക്കുക മാത്രമല്ല, പാലിൽ കുളിച്ച നേതാക്കളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം കൈകൊണ്ട് ഒട്ടകത്തിന്റെ പാല് കറന്നെടുത്ത് സ്വന്തം അനുയായികളെ കുടിപ്പിച്ച ഒരു നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സകല നേതാക്കളും പരിഷ്കർത്താക്കളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മതവിശ്വാസികളും അവരുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതം തോന്നും. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഹിന്ദു ധർമ്മത്തിൽ പിന്നെ സത്യം ലോകത്ത് നിലനിർത്താൻ വേണ്ടി അവതാരങ്ങൾ വരുമെന്ന് അതിന് ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. സത്യ സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ യുഗം തോറും അവതരിക്കുന്നൊക്കെ. ഈ ഹിന്ദു ധർമ്മം അനുസരിച്ച് 24 അവതാരങ്ങൾ, അതിൽ 23 അവതരിച്ചെന്നാണ്. 24ാമത്തെ അവതാരമാണ് കൽക്കി അവതാരം. എന്താ അവതാരം? കൽക്കി അവതാരം. കൽക്കി അവതാരത്തെ പറ്റി ശ്രീമദ് ഭാഗവതത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ പറയുന്നത്, കൽക്കി ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കുക, അവതരിക്കുക. കൽക്കി അവതാരത്തിന്റെ പിതാവിന്റെ പേര്
വിഷ്ണു ഭക്തൻ എന്നാണ്. കൽക്കി അവതാരത്തിന്റെ മാതാവിന്റെ പേര് സൗമ്യവതി എന്നാണ്. കൽക്കി അവതാരത്തിന്റെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. കൽക്കി അവതാരത്തെ മാതാവ് സൗമ്യവതി ഗർഭം ധരിച്ച ഘട്ടത്തിൽ പിതാവ് വിഷ്ണു ഭക്തൻ മരിച്ചു പോകുന്നതാണ്. കൽക്കി അവതാരം ശത്രുക്കളുടെ അക്രമമർദ്ദനങ്ങൾ കാരണം ഉത്തരദിക്കിലെ മലയിലേക്ക് പാലായനം ചെയ്യുന്നതാണ്, അഥവാ ഹിജറ പോകുന്നതാണ്. കൽക്കി അവതാരത്തിന്റെ ജാമാതാവിന് കൽക്കി അവതാരത്തിന് രണ്ട് ജാമാതാക്കൾ. കൽക്കി അവതാരത്തിന് പ്രായം ചെന്ന ആൺമക്കൾ ഉണ്ടാവുകയില്ല. കൽക്കി അവതാരത്തിന്റെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞൊക്കെ നോക്ക്. കൽക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറ കളയുന്ന ആള് എന്നാണ്, സംസ്കരിക്കുന്ന ആള്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഖുർആനിൽ പറയുന്നു യുസക്കീഹിം, അവരെ സംസ്കരിക്കും. കൽക്കി അവതാരം ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിക്കാന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാ ബ്രഹ്മാവിനെ അറിഞ്ഞവൻ, പടച്ചവനെ അറിഞ്ഞവൻ. അറബിലേക്ക് വിവർത്തനം ചെയ്താൽ അല്ല ആരിഫുമില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഖുറൈശി ഗോത്രത്തിൽ. അന്ന് അക്കാലത്ത് അള്ളാഹനെ അറിയുന്ന ഒരു കുടുംബം ലോകത്തുണ്ടെങ്കിൽ ഏതേ ഉള്ളൂ? ഖുറൈശി ഗോത്രമേ ഉള്ളൂ. കൽക്കി അവതാരത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണു ഭക്തൻ. വിഷ്ണു എന്ന് പറഞ്ഞാൽ പടച്ചവൻ, ഭക്തൻ അടിമ. അറബിലേക്ക് വിവർത്തനം ചെയ്ത എന്താണ് 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 സഹോദരിമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ കരയുന്നതിന് ദാഹിക്കുന്നതിനുള്ള വെള്ളമാണ് കൊടുത്തയച്ചത്, മന്ത്രിച്ച വെള്ളമല്ല. നിങ്ങൾക്ക് ദാഹം അകറ്റാനുള്ള കുപ്പിവെള്ളം ഇവിടുത്തെ സംഘാടകർ തയ്യാറാക്കിയത് സഹോദരിമാരുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി കൊടുത്തയച്ചതാണ്. അത് മന്ത്രിച്ച വെള്ളമല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ചടക്കത്തോടു കൂടി മജ്‌ലിസിൽ ഇരിക്കുക. നമുക്ക് വേഗം ദ്വാരക്കാം, വേഗം ദ്വാരക്കാം. എന്തേലും പറഞ്ഞ് അവതാരത്തിന് പിതാവിന്റെ പേര് വിഷ്ണു ഭക്തൻ. വിഷ്ണു എന്ന് പറഞ്ഞാൽ പടച്ചവൻ, ഭക്തൻ അടിമ. അറബിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള. സൗമ്യവതി സംസ്കൃതാണ്, മലയാളം ശാന്ത, അറബ് ആമിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം എന്താ മക്കളെ? എന്താ നബിയുടെ നിറം? ചുവപ്പ് കളർന്ന വെളുപ്പ് നിറം. 160 കോടി മനുഷ്യരുണ്ട് ആളുകൾ അല്ലേ? പഠിക്കൽ നിർബന്ധം. അതുപോലെ നബിന്റെ പിതാവിന്റെ പേര് 20 പിതാക്കളുടെ പേര് അറിയുന്ന എത്ര ആളുണ്ട് ഈ ലോകത്ത്? 160 കോടി മനുഷ്യരുണ്ട്. അത്ഭുതമാണ് ഇതൊക്കെ. അതുപോലെ കൽക്കി അവതാരം ശത്രുക്കളുടെ അക്രമമർദ്ദനങ്ങൾ കാരണം ഉത്തര ദിക്കിലെ മലയിലേക്ക്, വടക്ക് ഭാഗത്തെ മദീനയിലേക്ക് ഹിജ്റ പോകും. വിജയശ്രീലാളിതനായി തിരിച്ചു വരും. പിന്നെ കൽക്കിയുടെ അനുയായികൾക്കല്ലാതെ ആ നാട്ടിൽ പ്രവേശനം ലഭിക്കുകയില്ല. കൽക്കി അവതാരത്തിൽ പ്രായം ചെന്ന ആൺമക്കൾ ഉണ്ടാകില്ല. നബിയുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി അല്ലേ? കൽക്കി അവതാരത്തിന് ജാമാതാവിന്, അതായത് മകളെ ഭർത്താവിന് 2 പുത്രന്മാർ. ഒരാള് വിഷബാധയേറ്റ് മരിക്കും, മറ്റൊരാള് ഒരു നദീ തീരത്ത് വെച്ച് ശത്രുക്കളുടെ കയ്യാൽ കൊല്ലപ്പെടും അല്ലേ? ഹസൻ റളിയല്ലാഹു അൻഹു വിഷബാധയേറ്റ് മരിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല നദീതീരത്ത് ശത്രുക്കളുടെ കയ്യാൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നത് ഇതാണ്, എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ നേതാവാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും തള്ളി പറയുകയില്ല. പക്ഷെ എന്ത് വേണം? ആ നബിയുടെ ആ മഹത് ചര്യ ശരിയായ രൂപത്തിൽ നമ്മൾ പഠിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം, അത് ലോകം മുഴുവനും അത് പ്രചരിക്കുകയും ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ മഹാനായ ശിഹാബ് തങ്ങൾ അല്ലേ, മഹാനായ ശംസുൽ ഉലമ,
പോലെയുള്ള വലിയ വലിയ മഹാത്മാക്കളുണ്ടല്ലോ, അവരുടെ ആ സ്വഭാവം, അവരുടെ ജീവിതം, അതൊക്കെ ആയി മാറിയാൽ ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു തരാനുണ്ടാകും. അപ്പം നമ്മൾ ഒറ്റക്കെട്ടാവുകയും ആ ശരിയായ മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്യുക. എന്നാൽ നമുക്കൊന്നും പേടിക്കാനില്ല, നമുക്ക് മുസ്ലിമായി ജീവിക്കാനും അങ്ങനെ അവസാനം ഈമാനോടുകൂടി മരിക്കാനും സാധിക്കണം. അത് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശരിയായ രൂപത്തിൽ ആരാണ്, അത് പഠിപ്പിക്കാനാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തിന് പരിചയപ്പെടുക. അതുപോലെ തന്നെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, എത്ര മഹത്വമുള്ള അമലാണ് ഖുർആൻ അങ്ങനെ തന്നെ കാണാപ്പാടാക്കുക എന്നുള്ളത്. അത് ആരുടെയെങ്കിലും സന്താന പരമ്പരകളിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒന്നിനെ കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടു. ആ കുട്ടി ആ ഖുർആൻ നമുക്ക് സ്വർഗത്തിൽ നിന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഉള്ള സ്ഥാനം എത്രയാണ്? ഖുർആൻ ഓതാൻ പറയും, ഓരോ ഹർഫിനും ഓരോ പടിയാണ്. അങ്ങനെ ഖുർആൻ ആ ഹർഫുകൾ മുഴുവനും തീരുമ്പോഴാണ് പടി അവസാനിക്കുക. അത്ര ഉയർന്ന സ്ഥാനം. ആ കുട്ടിയുടെ മാതാപിതാക്കൾ, ആ കുടുംബം മുഴുവനും അവരെത്ര താഴ്ന്നവരാണെങ്കിലും ഈ കുട്ടിയുടെ സ്ഥാനം അള്ളാഹു നൽകും. ഖുർആനില്ലേ? ഖുർആനുണ്ട്. ഉസ്താദുമാരുടെ സാക്ഷി എന്നാണ് പറയുന്നത്, ഖുർആനുണ്ട്. ഖുർആൻ ഓതി മന വെച്ചാൽ അത് സമ്മതിക്കേണ്ടി വരും. ആ സ്ഥാനം ഇവർക്കൊക്കെ ലഭിക്കും. 7 തലമുറകൾ വരെ ഒരു ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാളെ കിട്ടിയാൽ 7 തലമുറ വരെ സ്വർഗത്തിലാണ്. അള്ളാഹു അർഹമുർ റാഹിമീനാണ്. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചത്. അപ്പം വലിയ മഹത്വമുള്ളതാണ് ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. കുറേ പേര് ഖുർആൻ മനഃപ്പാഠമാക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ പലരും ഉണ്ടാകട്ടെ, ആവശ്യമാണ്. വലിയ ഡോക്ടർമാരുണ്ടാകണം, എഞ്ചിനീയർമാരുണ്ടാകണം, വക്കീലുമാരുണ്ടാകണം, പലരും ഉണ്ടാകണം, ലേഡി ഡോക്ടർമാരുണ്ടാകണം, ഒക്കെ ആവശ്യമാണ്. ഒക്കെ ഫർദ് കിഫായിയാണ് അല്ലേ? ഫർദ് കിഫായിയ ഇൽമിനെ കുറിച്ച് ഇഹ്യയിൽ എന്താ പറഞ്ഞത്? ഫകുല്ലു ഇൽമിൻ അമ്മാ ഫർദുൽ കിഫായത്തി ഫകുല്ലു ഇൽമിൻ ലാ യുസ്തഗ്ന അൻഹു ഫീ കിബാമി ഉമൂരി ദുനിയ. ദുനിയ കാര്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ വിദ്യകളും അഭ്യസിക്കല് സാമൂഹ്യമായ ബാധ്യതയാണ്. സാമൂഹ്യമായ ബാധ്യത. അപ്പം എല്ലാ വിഭാഗക്കാരും ഉണ്ടാകണം. എത്രത്തോളം? തെങ്ങ് കയറാൻ അറിയുന്നവർ പോലും ഉണ്ടാകണം. തേങ്ങ പറിക്കണ്ടേ? ഫർദ് കിഫായിയാണ്. എല്ലാവരും ഉണ്ടാകണം. കൂട്ടത്തിൽ എന്ത് വേണം? ഒരു ഹാഫിൽ. എന്താ അതിനെന്താ? അതും ഫർദ് കിഫായിയാണ്. ഒരു നാട്ടിലൊരു ഹാഫിൽ ഉണ്ടാകണം, ഒരു നല്ല പണ്ഡിതൻ. അതൊക്കെ സന്താനങ്ങളിൽ ഉണ്ടാകട്ടെ. ഇത് വലിയ പണ്ഡിതന്മാരുണ്ടാകാം, വലിയ ഹാഫിലിങ്ങൾ ഉണ്ടാകാൻ. ആകാശത്തിൽ നിന്ന് ആരെയും ഇറക്കാൻ കഴിയില്ലല്ലോ, നമ്മളെ മക്കൾ തന്നെ വേണ്ടേ? അപ്പോൾ നമ്മുടെ മക്കളെ പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും നമ്മുടെ മക്കളുടെ കൂട്ടത്തിലുണ്ടാകണം. ഹാഫിലിങ്ങളുണ്ടാകണം, ആലിമീങ്ങളുണ്ടാകണം, നേരത്തെ പറഞ്ഞ അഭ്യസ്ത വിദ്യർ എല്ലാവരും ഉണ്ടാകണം. അതിന് മക്കളെ അതിന് വിടണം. പോരാ, മക്കളെ വിട്ടാൽ മാത്രം പോരാ, വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണം. ഈ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ എന്നോട് യമാനി പറഞ്ഞു. ഇതിനു വേണ്ടി ഇവിടെ വെച്ച് മൂമിനിങ്ങൾ ചെയ്യുന്ന ഒത്താശകളൊക്കെ എന്നോട് പറഞ്ഞു. അതുപോലെ വളരെ കൂടുതൽ ഒത്താശ ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അങ്ങനെ പലരും നിങ്ങളുടെ ഒക്കെ വിയർപ്പിൻ്റെ തുള്ളികളാണ് ഈ കാണുന്ന ഈ സ്ഥാപനം. വലിയ മഹത്വമുള്ള അമലാണ്. നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിർത്തുകയാണ്, നീണ്ടുപോയിട്ടുണ്ട്. എനിക്ക് 10 മണിക്ക് അങ്ങ് എത്തണം എന്നാണ് പറഞ്ഞത് അല്ലേ? 10 മണി ഇപ്പം തന്നെയായി. പിന്നെ ദാനധർമ്മങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് ഏതാണ്? ഇതുപോലെയുള്ള ഈ ഇൽമിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ദാനധർമ്മങ്ങൾ. സാധാരണ നമ്മൾ ഓതുന്ന ഒരു ഹദീസ് 10 കിതാബ് മുതൽ എല്ലാ കിതാബുകളിലുള്ള ഹദീസാണ്. ദാനധർമ്മങ്ങൾ 5 വിധം. മക്കളെ, ഇവരെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഈ ഒരു ഹദീസ് പഠിക്കട്ടെ. നിങ്ങൾക്ക് അറിയുന്ന ഹദീസായിരിക്കും ചിലപ്പോൾ, ശ്രദ്ധിക്കും. ദാനധർമ്മങ്ങൾ 5 വിധം. പറയും, ദാനധർമ്മങ്ങൾ 5 വിധം. ഒന്നിന് 10 കൂലി കിട്ടുന്നത്. രണ്ടാമത്തത് 1-ന് 70 പ്രതിഫലം ലഭിക്കുന്നത്. മൂന്നാമത്തത് 1-ന് 700 കൂലി കിട്ടുന്നത്. നാലാമത്തത് 1-ന് 70,000 പ്രതിഫലം ലഭിക്കുന്നത്. അഞ്ചാമത്തത് 1-ന് 1,00,000 കൂലി കിട്ടുന്നത്. 1-ന് 10 കിട്ടുന്ന ഏതാണ് ധർമ്മം?
ഒരു നല്ല ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ, എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അയാളെ മടക്കിക്കളയരുത്, നീ നല്ല ആരോഗ്യമുള്ളതല്ലേ, എനിക്കിപ്പോൾ ജോലി ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ആട്ടിക്കളയുന്നുണ്ട്. ചെയ്തുകൂടാ. കുതിരപ്പുറത്ത് വന്നാലും മടക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അന്ന് കുതിരപ്പുറം എന്ന് പറഞ്ഞല്ലേ, ഇന്നും കുതിര തന്നെയാണ് മേലെ, അടക്കട്ടെ അങ്ങോട്ട് തിരിഞ്ഞാൽ നീണ്ടുപോകും. അപ്പം ആ മനുഷ്യന് ഒരു ഉറുപ്പ്യ എടുത്തു കൊടുത്തു. എന്നാൽ ഓനിക്ക് 10 എന്ന് പറഞ്ഞാൽ ഓൻ്റെ വീടിൽ അല്ലാഹു 10 എന്ന് രേഖപ്പെടുത്തും. രണ്ടാമത്തത് 1-ന് 70. ഏതാ? ഒരു ജോലിയൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാധു മനുഷ്യൻ, ഒരു അംഗവൈകല്യമുള്ള മനുഷ്യൻ, എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. അയാൾക്ക് ഒരു ഉറുപ്പിക കൊടുത്താൽ 1-ന് 70, അയാളുടെ വീടിൽ അല്ലാഹു 70 എന്ന് രേഖപ്പെടുത്തും. മൂന്നാമത്തത് 1-ന് 700. അതേതാ? മരിച്ചുപോയ ആളുകളുടെ പേരിൽ നടത്തുന്ന ദാനധർമ്മം. എനിക്കെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഇയാൾ ഒരു ഉറുപ്പ് എടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേര് എന്ന് കരുതി. എന്നാൽ ഇയാൾക്ക് കുറഞ്ഞ പോലെ ഇയാൾക്ക് കിട്ടൽ 1-ന് 700. അയാളുടെ വീടിൽ അല്ലാഹു 700 എന്ന് രേഖപ്പെടുത്തും. അപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ മരിച്ചു പോയവരെ മറന്നു പോകരുത്. ഒരിക്കലും എന്ത് ചെയ്യുമ്പോൾ, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച വന്നു അല്ലേ, പൂച്ച എന്താ പറയുക? അറിയില്ലേ? ഇവരറിയായിട്ടല്ല, ഉറപ്പല്ലേ, പറയാനൊരു മടിയാണ്. ആ പൂച്ച വന്നിട്ട് പറയുന്നത് ഇറക്കെന്തെങ്കിലും തരണമെന്നാണ്. അപ്പം ഈ ചോറ് വയ്ക്കുന്ന മനുഷ്യൻ ഒരു പിടി ഭക്ഷണം പാരിയിട്ട് ആ പൂച്ചക്ക് കൊടുക്കുമ്പോൾ എന്ത് കരുതി? എൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേര്. ഒരു സംശയമില്ല, അത് ഉപ്പാക്കെത്തും, കബറിലെത്തും. ആർക്കും സംശയമില്ലാത്തതാണ്. സുന്നികൾക്ക് മാത്രമല്ല, എല്ലാവരും അത് സമ്മതിക്കും അല്ലേ? മാലിയായ ധർമ്മത്തിൽ ആർക്കും സംശയമില്ല. മറ്റ് ചില സാധുക്കൾ ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ചില സംശയം ഉണ്ടാകും. അടങ്ങോട്ട് നമ്മൾ കിടക്കുകയും ചെയ്യണ്ട, അവരെ നേരത്തെ തന്നെ നമ്മൾ തള്ളി വിട്ടല്ല. അപ്പം എന്താ പറഞ്ഞത്? 1-ന് 700. ഇനി 1-ന് 70,000 കിട്ടും. അത് അടുത്ത ബന്ധുക്കളിൽപ്പെട്ട സാധുക്കൾ. ഒരാൾക്ക് ഒരു ഉറുപ്പ് എടുത്തു കൊടുത്തായിരിക്കും ജ്യേഷ്ഠന്, സാധു മനുഷ്യനാണ്, അല്ലെങ്കിൽ അനുജന്, അല്ലെങ്കിൽ പെങ്ങന്മാർക്ക്, അല്ലെങ്കിൽ മരുമക്കൾക്ക്, ചില ഘട്ടത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും, ചിലപ്പോൾ മക്കൾക്ക് തന്നെയും ഒരു ഉറുപ്പ് എടുത്തു കൊടുത്തു. എന്നാൽ അതിന് 1-ന് 70,000 കിട്ടും. അവസാനത്താണ് 1-ന് 1,00,000. അത് ഏതാണ്? അത് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ വിവിധ ഇബാറത്തുകൾ കാണും. താലിബുൽ ഇൽമിന്, ഇൽമു പഠിക്കുന്നവന്, ഇൽമിന്റെ ആവശ്യത്തിന്, ഇൽമിന്റെ സ്ഥാപനത്തിന്, അതിന് ഒരു ഉറുപ്പിക എടുത്തു കൊടുത്താൽ അയാളുടെ വീടിൽ അള്ളാഹു എന്തെഴുതും? 1,00,000 എന്ന് എഴുതും. 1,00,000 ഉറുപ്പ്യ നമ്മൾ സ്ഥാപനത്തിന് കൊടുത്താൽ അയാളുടെ വീടിൽ എത്ര എഴുതുക? കാൽക്കുലേറ്റർ വേണം അല്ലേ? ഒരരിക്കത്ത് കൊടുത്തു ഒരു ഉമ്മ നമ്മളെ കോളേജിന്, എന്നാൽ 1,00,000 അല്ലേ? 1,00,000 എന്നാണ് ഉമ്മാൻ്റെ വീടിൽ അള്ളാഹു എഴുതുന്നത്. ഒരു ചാക്കി കെട്ടാൻ മാത്രമേ ഉണ്ടാവില്ലേ ഒരരിക്കത്ത് കൊടുത്താൽ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത് എന്തിനാണത്? അത് നമ്മളോടുള്ള ദയയാണ്, നമ്മളോടുള്ള വാത്സല്യം, നമ്മളോടുള്ള റഹ്മത്ത്. എങ്ങനെയെങ്കിലും ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം, ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, അതാണ് അള്ളാഹു ഒരുക്കി തയ്യാറ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇതിലൊക്കെ വിശ്വസിച്ച് അതുപോലെയൊക്കെ ചെയ്യുന്നവർക്കാണ് അള്ളാഹു അത് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതൊക്കെ നാം ഉൾക്കൊള്ളണം. അത് നാം ലോകത്ത് മുഴുവനും ചിന്തിച്ചാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്ക് വിശ്വസിക്കുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഉമ്മമാരെ കളിയാക്കാനൊന്നുമില്ല, അവർ തരും, തുടർന്ന് പോകുന്നതാണ്, ആരും സുഖപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ഈ ദീനിനെ ചെലവാക്കിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. മക്കയിൽ ഏറ്റവും വലിയ ധനാഢ്യ. ഒരു മരിച്ചു പോകുന്ന സമയത്ത് ഒന്നുമില്ല. ഫാത്തിമ ബീവിക്ക് മകൾക്ക് ഉണ്ടാക്കി വെച്ച ഒരു ചെറിയ മാല, ബാക്കി മുഴുവനും ഈ ദീനിനു വേണ്ടി, നമ്മളെ ഉണ്ടാക്കാൻ, നമുക്ക് ഈ പേരും കോലവും ഉണ്ടാക്കാൻ വേണ്ടി ഖദീജ റളിയല്ലാഹു അൻഹ മുതൽ മുഴുവനും ധർമ്മം ചെയ്തത് അല്ലേ? അതുപോലെ തന്നെ അങ്ങ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അവരൊക്കെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആ മഹാത്മാക്കളായ സഹാബികളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട്ടുപിരിയുമ്പോൾ അവരുടെ ഒന്നും കയ്യിലൊന്നും ഉണ്ടായിരുന്നു. എല്ലാം ഈ ദീനിന് കൊടുത്തവരാണ്. അത് കാരണമായാണ് നമ്മളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ അത് തുടർന്ന് പോകണം. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവരാൽ സാധിക്കുന്ന എല്ലാം ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നന്നായി വളർത്തണം.
നല്ല ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം നല്ല പേരും പ്രശസ്തിയുമുള്ള സ്ഥാപനം. ഇതിൻ്റെ വാർഷികം എത്രാം വാർഷികമാണ് നടക്കാൻ പോകുന്നത്? 10ാം വാർഷികം, 4ാം സനദ്ദാന സമ്മേളനം. 17 ഹാഫിളുകൾക്ക് സനത് കൊടുക്കുന്ന നിങ്ങളുടെ വലിയ അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് ഇതിനു വേണ്ടി ആരെല്ലാം ദേഹം കൊണ്ടോ ധനം കൊണ്ടോ എന്ത് ഒത്താശകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം ആഖിറത്തിൽ ഒട്ടും ചുരുങ്ങിപ്പോകാതെ ദുനിയാവിൽ തന്നെ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിൻ്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.